പണ്ട് ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. ഇദ്ദേഹം വളരെ മിടുക്കനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ അച്ചട്ടാണ് എന്ന് നാട്ടിലൊക്കെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ കാണാൻ വളരെ ധനികനായ ഒരാൾ വന്നു. അയാളുടെ പേര് ഇട്ടിയാസു എന്നായിരുന്നു. അങ്ങനെ ഇട്ടിയാസു വന്ന് ജ്യോത്സ്യരെ കണ്ടു. തൻ്റെ ആയുസ്സിനെ പറ്റിയും തൻ്റെ ഭാവിയെ പറ്റിയും ഒക്കെ അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വരൂ, ഞാൻ അപ്പോഴേക്കും നോക്കി വെച്ചേക്കാം. അങ്ങനെ ഇട്ടിയാസ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ജ്യോത്സ്യരെ വീണ്ടും കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാര്യം നിങ്ങളോട് പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പറയാതെ പറ്റില്ലല്ലോ. നിങ്ങൾ 3 ദിവസത്തിനുള്ളിൽ ആനക്കൊമ്പിൽ വീണ് മരിക്കും എന്നാണ് നിങ്ങളുടെ ജാതകം പറയുന്നത്. അപ്പോൾ ഈ ഇട്ടിയാസ് വിചാരിച്ച് വരേണ്ടിയിരുന്നില്ല, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. പക്ഷേ തിരിച്ചു പോകുന്ന വഴിക്ക് ഇട്ടിയാസ് വിചാരിച്ചു, എന്തായാലും ജ്യോത്സ്യരെ വന്ന് കണ്ടത് കാര്യമായി, ഇങ്ങനൊരു വിധി തനിക്കുണ്ടെന്ന് അറിഞ്ഞല്ലോ, അപ്പോൾ ഇത് മാറ്റാൻ എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അയാൾ വീട്ടിൽ ചെന്ന ഉടനെ തൻ്റെ ജോലിക്കാരെയൊക്കെ വിളിച്ചിട്ട് ഒരു ഇരുമ്പ് പണിക്കാരനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതിനുശേഷം തൻ്റെ വീടിൻ്റെ വാതിലുകളും ജനലുകളും ഒക്കെ അയാൾ നല്ല ഉരുക്ക് കൊണ്ട് നിർമ്മിച്ചു. ഒറ്റ ദിവസം കൊണ്ട് പണി തീർത്തു. അപ്പോൾ ഇനി ആന വീടിനകത്ത് കടക്കില്ലല്ലോ, അങ്ങനെ ആന കുത്തിച്ചാവാനുള്ള വിധി മാറ്റിവെക്കാം, വീടിനകത്ത് നിറങ്ങുക വേണ്ട എന്നയാൾ വിചാരിച്ചു. അന്നത്തെ ദിവസം അയാൾ വീടിനകത്ത് സുരക്ഷിതനായിട്ട് കഴിഞ്ഞു. പിറ്റേന്നായപ്പോഴേക്ക് അയാൾക്ക് പേടിയായി. ജനലും വാതിലുകളും ഒക്കെ ബന്ധവസാക്കി എന്നുള്ളത് നേരെ തന്നെ. പക്ഷേ ഭിത്തി തുറന്ന് ആനയ്ക്ക് വരാമല്ലോ, ഭിത്തി തകർത്താലോ. അങ്ങനെയാണെങ്കിൽ അയാൾ ഉടൻ തന്നെ ജോലിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, തനിക്ക് മുറ്റത്തെ മാവിൻ്റെ മുകളിൽ ഒരു ഏറുമാടം ഉണ്ടാക്കണം. ആ ഏറുമാടത്തിലാണ് ഞാൻ അടുത്ത ദിവസം താമസിക്കുന്നത്. പണിക്കാരെല്ലാം കൂടെ ചേർന്ന് ഉടൻ തന്നെ വലിയൊരു ഏറുമാടം ഉണ്ടാക്കി അയാൾ 7 വഴി ഏറുമാടത്തിൽ കയറിയിട്ട് ഏണി താഴേക്ക് ഇട്ട് കളഞ്ഞു. എന്നിട്ട് വിചാരിച്ചു, ഇന്ന് ഇവിടെ ഇരിക്കാം, മരത്തിന് മുകളിലാവുമ്പോൾ എന്തായാലും ആനയ്ക്ക് ഇങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. അങ്ങനെ അയാൾ അന്ന് മാവിൻ്റെ മുകളിലായി താമസം. മാത്രമല്ല വീട്ടിൽ 1-2 ആനകളുണ്ടായിരുന്നതിനെ ദൂരെ അങ്ങ് കൊണ്ടുപോകാൻ നേരത്തെ അയാൾ ചട്ടം കെട്ടിയിരുന്നു. വീട്ടിലപ്പോൾ ആനകളില്ല, ഇനി ആന വന്ന് മരത്തിൽ കയറി തന്നെ കൊല്ലാനേ പോകുന്നില്ല എന്ന് അയാൾ വിചാരിച്ചു. അങ്ങനെ 2ാമത്തെ ദിവസം മരത്തിന് മുകളിൽ കഴിഞ്ഞു. 3ാമത്തെ ദിവസം രാവിലെ ആയപ്പോൾ അയാൾക്ക് വലിയ സന്തോഷമായി. 2 ദിവസം കഴിഞ്ഞ് കിട്ടി, ഇന്ന് വൈകുന്നേരം കൂടെ കഴിയാമെങ്കിൽ 3ാമത്തെ ദിവസമാണ് താൻ ജീവിച്ചിട്ടിനോളും, തൻ്റെ ആയുസ് നീട്ടിക്കിട്ടിക്കോളും. അങ്ങനെ അയാൾ വലിയ സന്തോഷത്തോടെ ആ ഏറുമാടത്തിന് മുകളിലിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അയാൾക്ക് ഉറക്കം വന്ന് അയാൾ പതുക്കെ ഏറുമാടത്തിൽ ചാരിയിരുന്നൊന്ന് മയങ്ങി. ഈ സമയത്ത് നല്ല ഒരു കാറ്റടിച്ചു. കാറ്റത്ത് ഏറുമാടം കുലുങ്ങി. അയാൾ മരത്തിൽ നിന്ന് താഴേക്ക് വീണു. അയാളുടെ വീടിൻ്റെ പൂമുഖത്ത് വീടിൻ്റെ ഭംഗിക്ക് മോടിക്ക് ഒരു മരം കൊണ്ടുള്ള ആന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ആനയ്ക്ക് യഥാർത്ഥ ആനക്കൊമ്പ് തന്നെയായിരുന്നു പിടിപ്പിച്ചിരുന്നത്. മരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ ഇട്ടിയാസു ഓട് പൊളിച്ച് നേരെ ഈ ആനക്കൊമ്പിലേക്കാണ് വീണത്. അതിൽ കൊരുത്ത് അയാൾ അപ്പോൾ തന്നെ മരിച്ചുപോയി. വിവരം പറഞ്ഞ് ജ്യോത്സ്യർ പറഞ്ഞു, ദൈവനിശ്ചയം ആർക്ക് മാറ്റാൻ പറ്റും. കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കോ.